പോലീസ് പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് നിന്ന് മാറി രമേശ് ചെന്നിത്തല UDFന്റെ പ്രതിനിധിയായി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായത് ഇനിയും നിങ്ങൾക്ക് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർത്തെടുക്കുന്നത് നല്ലതാണ്. വെറുതെ പോലീസ് വലിയ മൂസോടാണ് പ്രതിപാദിച്ചു കഴിഞ്ഞു. ബ്രിട്ടീഷുകാരിൽ നിന്ന് നിരന്തരമായ സമരങ്ങളിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്ത നമ്മുടെ രാജ്യം വളരെയേറെ പുരോഗതി പ്രാപിച്ചു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹം ഏറ്റവും ക്രെഡിബിളായി
ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നീറ്റ് UGC എക്സാമുകൾ. ആ എക്സാമുകളെ രാജ്യത്തെ ഏറ്റവും ക്രെഡിബിളായി നടക്കുന്ന നീറ്റ് പരീക്ഷയിലെ പോലും നിരന്തരമായ ക്രമക്കേടുകൾ. ഒന്നാം തവണ ക്രമക്കേടിൻ്റെ ഭാഗമായി രണ്ടാം തവണ വീണ്ടും നീറ്റ് പരീക്ഷ നടത്തിയപ്പോഴും നീറ്റ് പരീക്ഷയിൽ വീണ്ടും ക്രമക്കേട് നടത്തി അർഹരായ വിദ്യാർത്ഥികളെ പുറത്തു നിർത്തി പണത്തിന് വേണ്ടി മറ്റ് പവറിന് വേണ്ടിയൊക്കെ നീറ്റ് പരീക്ഷയിൽ പോലും ക്രമക്കേട് നടത്തി രാജ്യത്തിൻ്റെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇരുട്ടിലാക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ രാജ്യം നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യം വിദ്യാഭ്യാസമായി നമ്മളെ വലിയ പുരോഗതി കൈവരിച്ചു എന്ന് അവകാശപ്പെടുന്ന ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട വിദ്യാഭ്യാസ മന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന BJPയുടെ വക്താവ് ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കൈകാര്യം ചെയ്യുമ്പോൾ നിരന്തരമായി വിദ്യാഭ്യാസ മേഖലയെ വിദ്യാർത്ഥികളെ ഇരുട്ടിലാക്കുന്ന ഈ ക്രമക്കേടുകൾക്കെതിരെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്ന സമരം ആബാലവൃദ്ധം ജനങ്ങളും വിദ്യാർത്ഥികളും കലാകാരന്മാരും സാംസ്കാരിക നായകന്മാരും ഒക്കെ ആ സമരത്തിന് പിന്തുണയായി രാജ്യത്തിൻ്റെ തലസ്ഥാനം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലേക്കുള്ള ഒരു സമരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഡൽഹിയുടെ ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരുന്നത്. ആ ഡൽഹിയിൽ സമരം നടത്തിയ സമാധാനപരമായി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദീർഘമായ സമരങ്ങളിലൂടെ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യത്തിൻ്റെ പുതിയ തലമുറ വിദ്യാർത്ഥി സമൂഹം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഭരണകൂടങ്ങളുടെ മുൻപിൽ നിന്ന് സമരം നടത്തിയപ്പോൾ ആ സമരത്തെ വളരെ കിരാതമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന രൂപത്തിലേക്ക് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാതെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെയും നേതാക്കന്മാരെയും ആക്രമിച്ച് ചോരക്കുടുതി നടത്തി രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന സമരത്തെ അടിച്ചമർത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. അവിടെ നിരവധിയായ വിദ്യാർത്ഥികൾക്ക്, പെൺകുട്ടികളടക്കമുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായ പരിക്കുപറ്റി അവർ രാജ്യത്തിന്റെ വിവിധ ആശുപത്രികളിൽ ചികിത്സ കഴിയുകയാണ്. എന്തിനു വേണ്ടിയാണ് അവർ സമരം നടത്തിയത്? അവരുടെ അവകാശമായ വിദ്യാഭ്യാസത്തിൽ നടക്കുന്ന ചൂഷണത്തെയും കൊള്ളയെയും ക്രമക്കേടിനെയും ഒക്കെ തടയുന്നതിന് വേണ്ടി, ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരത്തെ ഇത്ര കിരാതമായി അടിച്ചമർത്തിയപ്പോൾ ആ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി രാജ്യത്തിന്റെ ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ, മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലുള്ള രാജ്യത്തെ പ്രതിപക്ഷ MPമാർ ആ സമരത്തിന് പിന്തുണയുമായി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുമ്പിൽ സമരം ചെയ്തപ്പോൾ രാജ്യത്തെ അമിത്ഷായുടെ പോലീസിന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ രാഹുൽ ഗാന്ധിയെ പോലും ആക്രമിച്ച് ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും ഫെഡറലിസവും തകർക്കുന്ന രൂപത്തിലേക്ക് സമരം ചെയ്യുന്ന നേതാക്കളെയും വിദ്യാർത്ഥികളെയും ആക്രമിച്ച് ഈ രാജ്യം കീഴ്പ്പെടുത്തി കളയാമെന്ന് ഏതെങ്കിലും RSSകാരനും നരേന്ദ്രമോദിയും ഒക്കെ വിശ്വസിക്കുന്നുവെങ്കിൽ അവർക്കെതിരെയുള്ള കൃത്യമായ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി ഇന്ന് രാജ്യവ്യാപകമായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ തെരുവോരങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നത്. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ രാജ്യം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബ്രിട്ടീഷുകാരോട് നിരന്തരമായി സമരം ചെയ്ത് രക്തം നൽകി നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യത്തെ വിദ്യാർത്ഥികളടക്കമുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ഏത് അമിത്ഷാ വന്നാലും ഏത് നരേന്ദ്രമോദി വന്നാലും രാജ്യത്തിന്റെ വിദ്യാർത്ഥികളും യുവജനങ്ങളും നിങ്ങൾക്കെതിരെ ഈ തെരുവോരങ്ങളെ പ്രക്ഷുബ്ധമാക്കി നാളെയുടെ ദിവസങ്ങളിൽ തെരുവോരങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സൂചനാ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സമാധാനപരമായി നമ്മൾ നടത്തുന്ന സമരത്തെ പോലീസ്, നേരത്തെ ഇവിടെ ഷബീർ സൂചിപ്പിച്ചിട്ടുണ്ട്, പോലീസ് പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് നിന്ന് മാറി രമേശ് ചെന്നിത്തല UDFന്റെ പ്രതിനിധിയായി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായത് ഇനിയും നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർത്തെടുക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ സമരത്തെ നിങ്ങൾ ലാത്തി കൊണ്ടും പീരങ്കി കൊണ്ടും നിങ്ങളുടെ മറ്റുമൊക്കെ നിങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയുടെ ഏറ്റവും പ്രബലമായ യുവജന വിദ്യാർത്ഥി സംഘടനയാണ്. നിങ്ങൾ മറന്നുപോയാൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ഇവിടുത്തെ പോലീസുകാരെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ യൂത്ത് ലീഗിന്റെ കർമ്മപടന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം
Zindabat!
അമിത്ഷായുടെ പോലീസ് പ്രതിഷേധം 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 യൂത്ത് ലീഗിൻ പ്രതിഷേധം രാജ്യത്തിന്റെ ഭാവി തകർത്തു രാജ്യത്തിന്റെ ഭാവി തകർത്തു വിദ്യാർത്ഥികളെ ഇരുട്ടിൽ നിർത്തിയ വിദ്യാർത്ഥികളെ ഇരുട്ടിൽ നിർത്തിയ അഴിവ് കെട്ടൊരു കേന്ദ്രമന്ത്രി അഴിവ് കെട്ടൊരു കേന്ദ്രമന്ത്രി തട്ടിപ്പട്ടി അമിത്ഷാ ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം ജനാധിപത്യം സംരക്ഷിക്കാൻ മരണം വരെയും പോരാടും യൂത്തിലെ ചിന്താബാദ് യൂത്തിലെ ചിന്താബാദ് പ്രതിഷേധം 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 യൂത്ത് ലീഗിൻ പ്രതിഷേധം യൂത്ത് ലീഗിൻ പ്രതിഷേധം രാജ്യത്തിന്റെ തലസ്ഥാനത്ത്
ലോകത്തിലെ